ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഞാൻ എല്ലാ പ്രിയപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 46-ാം സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 1-2 വാക്യം വായിക്കുമ്പോൾ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 5-ാം വാക്യം, ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. 7-ാം വാക്യത്തിലും പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അതിൻ്റെ 11-ാം വാക്യത്തിലും പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇവിടെ പറയുകയാണ്, 46-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് സങ്കേതമാണെങ്കിൽ, ബലമാണെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ് നമുക്ക്. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, ഹല്ലേലൂയ, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. എന്താ? ദൈവത്തിന് സ്തോത്രം, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഞാൻ പറഞ്ഞില്ല, 7-11 വാക്യങ്ങളിൽ പറയുന്നു, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നമ്മോട്, തമ്പുരാൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഭയത്തിൽ നിന്ന് നമ്മെ വിടിവിക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അതാ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മോട് കൂടെ തമ്പുരാനുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ആ പ്രതിസന്ധിയിൽ നമ്മളെ വിടിവിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവൻ. അതുകൊണ്ട് ഭൂമി മാറിപ്പോകട്ടെ, പർവ്വതങ്ങളെ കുലുങ്ങി സമുദ്രമധ്യേ വീണോട്ടെ, ദൈവത്തിന് അതിൻ്റെ വെള്ളം ഇരച്ച് കലങ്ങിക്കോട്ടെ, ദൈവത്തിന് സ്തോത്രം, പർവ്വതങ്ങൾ കുലുങ്ങിക്കോട്ടെ, എന്നാലും ദൈവത്തിന് സ്തോത്രം, നമ്മൾ ഭയപ്പെടേണ്ടിയ കാര്യമില്ല. എന്താ? നമ്മുടെ കൂടെയുള്ളവൻ ആരെന്ന് ഒരു വലിയ ചിന്ത നമുക്കുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ മധ്യ ആരുണ്ട്? നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മുടെ തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ കടന്നു വന്നാലും നമ്മൾ ഭയപ്പെടേണ്ടിയ കാര്യമില്ല. ഒന്നാമതായിട്ട് ഇവിടെ പറയുകയാണ്, ഭയത്തിൽ നിന്ന് നമ്മളെ വിടിവിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മെ ഭയപ്പെടുത്തുന്ന, നമ്മെ ഭീതിപ്പെടുത്തുന്ന, നമ്മെ ഹല്ലേലൂയ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുന്ന എല്ലാ വെല്ലുവിളികളിലുമേലും നമുക്ക് വിടുതലാണെന്ന്. ഹല്ലേലൂയ. നമ്മോട് കൂടെ തമ്പുരാനുണ്ടെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം യോസഫിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ 39-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ 39-ാം അധ്യായം, ഹല്ലേലൂയ, നമ്മളെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ദൈവത്തിന് സ്തോത്രം. 4 അവിടെ പറഞ്ഞിരിക്കുക, യോസഫിനോട് കൂടെ തമ്പുരാൻ ഉണ്ടായിരുന്നത് കൊണ്ട് യോസഫിൻ്റെ ജീവിതത്തിൽ യോസഫിന് ലഭിച്ച അനുഗ്രഹങ്ങൾ, ദൈവത്തിന് സ്തോത്രം, വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. വളരെ കഷ്ടതയിൽ കൂടി കടന്നുപോയ യോസഫ്, ആ 39-ാം അധ്യായം വായിക്കുമ്പോഴും അനവധി പ്രതികൂലങ്ങൾ, കഷ്ടതകൾ തൻ്റെ ജീവിതത്തിന് നേരെ കടന്നു വന്നപ്പോഴും ആര് കൂടെയുണ്ട്? ദൈവം തമ്പുരാൻ ഉള്ളത് കൊണ്ട് തൻ്റെ ജീവിതത്തിൽ അവിടെ ലഭിച്ച അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. മുന്നോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, യോസഫ് എവിടെ ചെന്നുവെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, വേദനകളുണ്ട്, എന്നാൽ നമ്മുടെ കൂടെയുള്ളവൻ ആരാ? നമ്മുടെ തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആ കഷ്ടതയിൽ നിന്ന്, വേദനയിൽ നിന്ന് നമ്മളെ വിടുവിച്ച് എത്തിക്കേണ്ടടുത്ത് നമ്മളെ എത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 39-ാം അധ്യായം പുസ്തകം 1-ാമതായിട്ട് നമ്മൾ കാണുന്നത്, ഒരു മിസ്രയീമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. യഹോവ യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. നമുക്കറിയാം, പൊത്തിപ്പേറുന്ന, ഹല്ലേലൂയ, ഒരുവൻ അടിമച്ചന്തയിൽ, ഹല്ലേലൂയ, ആദ്യം പുട്ടക്കിണർ, പിന്നെ അടിമച്ചന്തയിൽ തന്നെ കൊണ്ടുപോന്നിട്ട് ദൈവത്തിന് സ്തോത്രം, പൊത്തിപ്പേർ അവനെ വിലയ്ക്ക് വാങ്ങി തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരെല്ലാം തൻ്റെ ജീവിതത്തിൽ വേദനകളായിരുന്നു, എന്നാൽ
അവിടെ ഇവിടെ പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി, അവൻ വിജയിച്ചെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മോട് കൂടെ നമ്മുടെ തമ്പുരാൻ ഏത് കഷ്ടതയുടെയും വേദനയുടെയും നടുവിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ വിജയിക്കുമെന്ന് ദൈവവചനം അതാ പറയുന്നത്. യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. അതിൻ്റെ രണ്ടാം വാക്യമായി ഇങ്ങനെയൊക്കെ മൂന്നാം വാക്യം വായിക്കുമ്പോൾ യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടെന്ന്. ഹല്ലേലൂയ. ആരെ? തൻ്റെ യജമാനനായ പോത്തിഫേർ കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഒരുവൻ്റെ കൂടെ തമ്പുരാൻ ഉണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന കാര്യം സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യോസേഫിൻ്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ യഹോവ ദൈവത്തിൻ്റെ യജമാനൻ എന്താ കണ്ടത്? യഹോവ യോസേഫ് അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുമെന്നും യജമാനൻ കണ്ടെന്ന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന് തമ്പുരാൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ കടന്നു പോയാലും, ഏത് പ്രതിസന്ധിയിൽ, ഏത് കഷ്ടതയുടെ വേദനയുടെ അവസ്ഥയിൽ കൂടി കടന്നു പോയാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സാധിപ്പിച്ചു തരുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ടെന്ന് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ഹല്ലേലൂയ 21 വാക്യം വായിക്കുമ്പോൾ എല്ലാം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 21 വാക്യം വായിക്കുമ്പോൾ എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്ന് കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകിയെന്ന. ദൈവത്തിന് സ്തോത്രം. യോസേഫിനോട് കൂടെ തമ്പുരാൻ ഉണ്ടായിരുന്നത് കൊണ്ട് അടുത്ത അനുഗ്രഹം എന്തുവാ? കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നി. ഹല്ലേലൂയ. അവനോട് കൃപ തോന്നിയെന്ന്. ദൈവത്തിന് സ്തോത്രം. നമ്മോട് കൂടെ ദൈവമുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജാതീയ മനുഷ്യർക്ക് പോലും നമ്മളോട് കൃപ തോന്നുമെന്ന്, നമ്മളോട് ദയ തോന്നുമെന്ന്. എന്താ? നമ്മോട് കൂടെയുള്ളവൻ ആരെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഇവിടെ പറയുകയാണ്, എന്നാൽ യഹോവ യോസേഫിനോടുകൂടെ ഇരുന്നു. ഹല്ലേലൂയ. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകിയെന്ന. കൃപ നൽകി. ആർക്ക്? കാരാഗ്രഹ പ്രമാണിക്ക്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെ തമ്പുരാനുണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം, മറ്റുള്ളവർക്ക് പോലും നമ്മളോട് ദയ തോന്നത്തക്കവണ്ണം കൃപ ഹല്ലേലൂയ അവൻ്റെ മേൽ ദൈവം നൽകുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അതാ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെയും കൃപയും നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാനും നമുക്ക് നൽകി തരുമെന്ന്. ദൈവത്തിന് സ്തോത്രം. വചനം വളരെ വ്യക്തമായിട്ട് അതാ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ 23 വാക്യം വായിക്കുമ്പോൾ യഹോവ അവനോടുകൂടെ ഇരുന്നു അവൻ ചെയ്തതൊക്കെയും സബലമാക്കുക കൊണ്ട് അവൻ്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ലെന്ന്. അടുത്തത് പറയുന്നു, ഇവൻ എവിടെ കിടമ്പോൾ പോത്തിഫേറിന്റെ ഭവനത്തിൽ അവന് ഹല്ലേലൂയ വലിയ വേദനയുണ്ടായി, കഷ്ടതയുണ്ടായി. നമുക്കറിയാം അവിടെ സംഭവിച്ചത് എന്തെന്ന്. ഹല്ലേലൂയ. അത് നിമിത്തമായിട്ട് അവൻ കാരാഗ്രഹത്തിൽ അകപ്പെട്ടു. ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ വായിക്കുന്ന ഇങ്ങനെ, യോസേഫിനോട് കൂടെ ആരുണ്ടായിരുന്നു? യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും. നമ്മൾ ചെയ്തതൊക്കെയും പ്രിയമുള്ളവരെ സാധിപ്പിക്കുന്ന ഒരുവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും അത് സാധിപ്പിച്ച് തരുവാൻ നമ്മുടെ ദൈവം തമ്പുരാൻ മതിയായവനാ. പക്ഷെ ആര്? നമ്മുടെ കൂടെ തമ്പുരാൻ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. 1, ഭയത്തിൽ നിന്ന് നമ്മളെ വിടിവിക്കും. 2, നമ്മൾ കൃതാർത്ഥരാകും. 3-ാമതായിട്ട് ഹല്ലേലൂയ നമ്മൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവത്തിന് സ്തോത്രം. 4-ാമതായിട്ട് ദയയും കൃപയും ദൈവം നൽകത്തക്കവണ്ണം ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ മേൽ വെളിപ്പെടും. 4-ാമതായിട്ട് പറയുന്നു, വീണ്ടും അത് തന്നെയാ യഹോവ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സാധിപ്പിക്കുമെന്ന് ആർക്ക് മനസ്സിലായി? കാരാഗ്രഹ പ്രമാണിക്കുക. എന്നിട്ട് അവൻ്റെ കയ്യിലെല്ലാം കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുത്തെന്ന. ദൈവത്തിന് സ്തോത്രം. പിന്നെ നമ്മൾ മുന്നോട്ട് വായിക്കുന്നു, അവൻ കാരാഗ്രഹത്തിൽ കിടന്നവന് ഹല്ലേലൂയ രാജസ്ഥാനത്ത് 2-ാമനായി തീർന്നു എന്ന് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെയുള്ളവൻ ആരാ? അതാ സങ്കീർത്തനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. യഹോവ നമ്മോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറന്നു പോകരുത്. ഏത് പ്രതികൂലങ്ങൾ വന്നാലും, പ്രശ്നങ്ങൾ, പ്രഹാരങ്ങൾ, കഷ്ടത, വേദന ജീവിതത്തിൽ കടന്നു വന്നാലും ധൈര്യത്തോട് നമുക്ക് പറയുവാൻ കഴിയണം, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്. എൻ്റെ കൂടെ എന്നെ നിർത്തുവാൻ, എന്നെ നടത്തുവാൻ
എന്നെ പരിപാലിക്കുവാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിക്കാം. ഇതെല്ലാം വചനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന പരിശുദ്ധനായ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് നൽകി തന്നല്ലോ. വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടേക്ക് ആ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.